ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ OP Pro Gamer ന്യൂ വീഡിയോ. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബറി ബോബാണ്. അപ്പോൾ നമ്മളെന്നാൾ കയറ്റി കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബറി ബോബ കളിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവണം കേട്ടോ അത്. അപ്പോൾ നമുക്കൊരു കത്തി തന്നു. കത്തി ആര് തന്നത്? ഈ ഒരു ആളാണ്. അപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞ മാതിരി ഒരു കുറേ വീട് പോയിട്ട് പൈസ ഉണ്ടാക്കണം. വെച്ചാൽ അവിടെ നിന്ന് മോഷ്ടിക്കണം. അതാണ് അങ്ങനെ ഇയാൾ നമ്മളെ മോഷ്ടിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അപ്പുറം ഇത് പൈസേൻ്റെ ചിഹ്നമാണ് തോന്നുന്നുണ്ട്. ഇത് പൈസേൻ്റെ ചിഹ്നമാണ്. എന്തായാലും നല്ല കാടിലെന്തിൻ്റെ ഏരിയെന്ന് ഞാൻ ആലോചിക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഒരു വീട്ടിലുണ്ട്. ഇതാണ് ഫസ്റ്റ് ലെവല് കുറച്ച് ഇതാണ് സിമ്പിളാണ്. പിന്നെ നമുക്ക് ഓടാനുള്ളതും നീക്കാനുള്ളതും ബാക്ക് പാക്കും സ്റ്റോപ്പും എങ്ങനെ മുന്നോട്ട് നടക്കുന്നതും ഒക്കെ ഉണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെ ചെറിയ പൈസ ഉണ്ടാവും. നമ്മൾ വീട് കയറുമ്പോൾ പൈസ, പക്ഷേ ഇല്ലേ അതിൽ ഏറ്റവും വലിയ മെയിനായിട്ട് ട്രഷറാണ്. അവിടുത്തെ ഒരു വലിയ ട്രഷർ ഉണ്ടോ, ആ ട്രഷർ നമ്മൾ എടുക്കണം. അതാണ് നമ്മളെ പണി. അപ്പോൾ ആ ട്രഷർ മാത്രം എടുത്താൽ പോലെ അവിടുത്തെ എല്ലാ പൈസ എടുത്തിട്ട് ആ ട്രഷർ എടുക്കുക. ലാസ്റ്റാണ് ട്രഷർ എടുക്കേണ്ടത്. അപ്പോൾ ആ ട്രഷർ ശേഷം നമ്മൾ പോവുക. അത്രയാണ്. ഇപ്പോൾ ഞാനിതിപ്പോൾ ട്രെയിൽ കാണിച്ചാൽ ഈ വീട്ടിലിപ്പോൾ ഇതേപോലെ ഇതാണ് ചെറിയ പൈസ ഉണ്ടോ ഇതൊരു ചെറിയ പൈസയാണ്. അപ്പോൾ അപ്പോൾ നമ്മളെ ട്രഷർ ഇത് അവിടെയാണുള്ളത്. അപ്പോൾ അത് തന്നെ പിന്നെ നമുക്ക് പുറത്തേക്ക് പോവാം. പിന്നെ വേറെ ഒന്നും എടുക്കണ്ട. പക്ഷെ നമ്മൾ അതൊക്കെ എടുക്കണം. പോലീസ് കാണരുത്. കറക്റ്റ് ടൈമിന് എസ്കേപ്പ് ആവണം. പൈസ ഫുള്ള് എടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ ജയിക്കും. പക്ഷേ ഈ 3 എണ്ണം കറക്റ്റാക്കിയതിൽ നമ്മൾ തോൽക്കും. അപ്പോൾ ഞാനിവിടെ കണ്ടോ പോലീസിൻ്റെ ടൈം ആക്കിയില്ല. ട്രഷർ നമ്മൾ ഫുൾ എടുത്തു. ഫസ്റ്റ് ഗെയിമിൽ അങ്ങനെ അതേമാതിരി നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കയറാം. അപ്പോൾ ഇതാണ് കളി. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലൊരു ഒരു സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ആ സെക്യൂരിറ്റിയിലെ ഒരു അമ്മൂമ്മയാണ്. ഇത് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. നമ്മളെ ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് അടിക്കാൻ, ചപ്പാത്തി പോലെ വെച്ച് അടിക്കാൻ വരും കേട്ടോ ഗൈസ്. അതാണ് 2-3 പ്രാവശ്യം പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. വെച്ചാൽ ഞാനത് റോബറി ബോബ് ആദ്യം കളിക്കുമ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ഈ ഒരു അമ്മൂമ്മേനെ ഇന്ന് രക്ഷപ്പെടാൻ നല്ല ടാസ്ക് എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ട്രഷർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് അടുത്ത ട്രഷർ എടുക്കാം. എവിടെ ട്രഷർ ഇല്ല, ഞാൻ അവിടെയാണ് ഉള്ളത്. പക്ഷേ ഈ അമ്മച്ചി ഇങ്ങോട്ട് പോയ ശേഷം നമുക്ക് അങ്ങോട്ട് കയറി പോവാം. എന്നാലും നമുക്ക് ട്രഷർ എടുക്കാമല്ലോ ഗൈസ്. നമ്മൾ പോയിട്ടുണ്ട്. കണ്ട് ഓ ഗൈസ്, എന്തൊരു ഭാഗ്യത്തിന് കണ്ടില്ല. ഞാൻ കണ്ടെന്ന് ഗൈസ്, എന്തൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ. ആ ഗൈസ് നമ്മളങ്ങനെ എടിന്ന് കട്ട് ചെയ്തട്ടോ ചില ഇന്നെ പിടിച്ച്. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ പിടിച്ച് ക്ലിയറായിന് പിടിച്ച് ഗൈസ്. ഇനി രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ പുതിയ വന്ന അപ്ഡേഷൻ അതുകൊണ്ട് ആദ്യം ഇങ്ങനൊന്നും ഇല്ലേന് കേട്ടോ. വെച്ചാൽ ഈ ബോംബിന് ചിഹ്നം അങ്ങനൊന്നും ഇല്ലേന് ആദ്യം. ഇതൊക്കെ പുതിയ വന്ന അപ്ഡേഷൻ അതുകൊണ്ട് റോബറി ബോബിൻ്റെ അപ്ഡേഷനൊക്കെ പ്ലെയിന് ഞാൻ അറിഞ്ഞില്ല. കളിച്ചിട്ട് കുറേ കേസ്. ഇനി മുതൽ റോബറി ബോബ തന്നെ നമ്മളിടുക. അപ്പോൾ നമ്മൾ അതേമാതിരി കണ്ട് അയ്യോ ഒന്ന് മര്യാദയ്ക്ക് ഓടി വന്നാൽ മതിനേ. അല്ല, മര്യാദയ്ക്ക് നടന്നു വന്നാൽ മതിനി. അയ്യോ തളർന്നു പോകുന്നുണ്ടല്ലോ. പുറത്തേക്ക് ഓടാം കൈസ്, അതാണ് ഏറ്റവും വലിയ വഴി. ഓടിച്ചു കുറച്ചൊന്നു അവിടെ ചെങ്ങായി അവിടെ നിന്ന് മാറിക്കള. എന്നെ കൂടി കണ്ടു കഴിഞ്ഞതാവും കൈസ്. എന്തായാലും നമുക്ക് ടൈം കിട്ടില്ല കേട്ടോ. നമ്മൾക്ക് ടൈം കുറച്ച് പോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടൈം എന്തായാലും കിട്ടില്ല. നമുക്ക് ഒന്നുകൂടിയും പോവാം. ഇനി ഈ പ്രാവശ്യം നമ്മൾ പിടിക്കപ്പെടാതെ പോകണം. അവിടെ ഒന്ന് മെല്ലെ കയറണം. മെല്ലെ പൈസ പെട്ടെന്ന് പൈസ ഫുള്ളെടുത്ത് പോയാൽ മതി. നമ്മൾ പെട്ടെന്ന് തന്നെ പോകാൻ നമ്മൾ ഫുള്ള് എടുക്കണോ. നല്ല നമുക്ക് ഗൈസ് ഒറ്റൊരു വഴിയുള്ളൂ. ഇത്ര പൈസ എടുത്തില്ലേ, നേരെ സ്റ്റോർ ബാക്ക് പോവാം. 2 വട അമ്മച്ചി കൊടുക്കാം. അതാകുമ്പോൾ വട എന്ന് അമ്മച്ചി വടതാ 2 വട നമുക്ക് അമ്മച്ചിക്ക് കൊടുക്കാം. അതാ വഴിയുള്ളൂ. വടന്ന് ഓടിക്കോ. വടന്ന് തീരുന്ന സമയം കൊണ്ട് നമുക്ക് ഓടി പോവാം. നല്ല സൂപ്പർ വടയാട്ടോ ഗൈസ്. പച്ച കളറിങ്ങനെ പച്ച കളറിങ്ങനെ ഒലിച്ച് വരുന്ന നമ്മളെ ഡോണറ്റായി. അതേമാതിരി സൂപ്പർ വടയാണ്. പക്ഷേ വട തിന്നു കഴിഞ്ഞാൽ നല്ല വടയാട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കയറാം. അടുത്ത വീട്ടിൽ ഇതേമാതിരി അമ്മച്ചിയല്ല കേട്ടോ ഉണ്ടാവുക. ഇനി അടുത്ത വീട്ടിൽ അമ്മച്ചിനാണോ
എന്നുവെച്ചാൽ അമ്മച്ചി ആവൂല നീ അഴേ പോയി 2 കപ്പലണ്ടി വാങ്ങി തിന്നാൽ മതി ഇനി വട വാങ്ങാനുള്ള പൈസ ഇല്ല അപ്പോൾ ഇതിനൊരു വട ഇങ്ങനെ കഴിഞ്ഞ കൈസ് അയ്യോ ഓടി പോയി ട്രഷറൊക്കെ നമുക്ക് പെട്ടെന്ന് കൂടെ കൈസ് ശരി ഇങ്ങോട്ട് നിൽക്കണ സേഫ് അല്ല അപ്പോൾ നമ്മൾ ട്രഷർ എടുത്ത് ബാക്ക് ഡോർ ഉണ്ട് ഓഫ് സിമ്പിളായി ബാക്ക് ഡോർ വഴി പോവുക കൈസ് ബാക്ക് ഡോർ വഴി എൻ്റെ മോനെ ഒന്നും പറയാനും കഴിയില്ല കൈസ് ചില നമ്മളെ അമ്മച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടൈം നേരത്തെ തന്നെ പൈസ കൂടുതൽ കിട്ടിയ പക്ഷേ അമ്മച്ചി പിടിച്ച് നമുക്ക് നൈസിൽ സ്കൂട്ടാൻ കഴിയും അടുത്ത വീട്ടിൽ കയറാം ഗൈസ് അടുത്ത വീട്ടിൽ ഞാനൊക്കെ കണ്ടോ ഗൈസ് ഇവൻ സീന മോനെ ഗൈസ് ഇവൻ എങ്ങനെയാണ് ഗൈസ് ഇവന് പുറത്തുള്ളവന്ന് എന്ത് ചെയ്യും വലിയൊരു ഗുണ്ടനെ വിളിക്കും നമ്മളെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു വലിയ ഗുണ്ടല്ല വലിയ പോലീസിനെ വിളിക്കും പോലീസ് ഇങ്ങനെയാണ് ഗൈസ് വരിക മസിൽ കൂർപ്പിച്ചുകൊണ്ട് വരും മോനെ ഗൈസ് അതാണ് പവറ് പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് നമ്മളെ അമ്മൂമ്മ ഉണ്ട് പിന്നെ സെക്യൂരിറ്റി പറയുമ്പോൾ ഇവനാണ് സെക്യൂരിറ്റി സൈഡിലുള്ളത് ഓനൊരു സെക്യൂരിറ്റി ഓൻ നമ്മളെ കൊല്ലും അമ്മച്ച കൊല്ലും പിന്നെ വേറെ ഒന്നും ഇല്ലല്ലേ പിന്നെ അവലുണ്ടാണ് മറ്റേ പോലീസിനെ വിളിച്ചാലോ അതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ നമുക്ക് മെല്ലെ പോവാൻ നമ്മൾ ട്രഷർ മാത്രമേ എടുത്തുള്ളൂ പക്ഷേ ആ റൂമത്ത് എടുക്കാൻ നമ്മൾ മറന്നുപോയി അവിടെ വരെ എത്തി എന്നിട്ട് വാല് തുറന്ന് അതേമാതിരി ഇട്ട് ഇങ്ങോട്ട് വന്നതാണ് ഗൈസ് നിങ്ങൾക്ക് ലാഗ് അടിക്കേണ്ട വീഡിയോ കാണിപ്പോൾ എനിക്ക് ചെറുതായിട്ട് ലാഗ് ഉണ്ട് ഓടണ്ട മെല്ലെ പോവുക ഇവരുടെ കണ്ട് വല്ല പോലീസിനെ വിളിച്ച് നല്ല കേസാവും അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ പോലീസും കണ്ടില്ല പൈസയും കറക്റ്റാണ് ട്രഷർ ഫുള്ളാണ് യെസ് അപ്പോൾ അത് നമ്മളങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ 3 എണ്ണം കറക്റ്റാക്കി അപ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്ത വീട്ടിൽ കയറാം ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ബ്രൗണ് വീടുണ്ടോ ആ വീട് എന്താ അറിയോ ആ വീട് ഇവൻ്റെ വീടാണ് നമ്മളെടുത്തക്കടെ അപ്പോൾ അവൻ്റെ വീട്ടിൽ നമ്മൾ കള്ളനായി കയറും അതാണ് എന്നിട്ട് നമ്മൾ അടുത്ത ആളെ ഇതേമാതിരി അടുത്ത ആളെടുത്ത് പോകും അടുത്ത ആളെ വീട്ടിൽ കയറും അങ്ങനെ അടുത്ത സെറ്റാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കൊക്കെ ഉണ്ടാകുക അതിൽ ഇവണ്ട് ഇത് കുറച്ച് ടാസ്ക് ഉള്ളതാണ് ഗൈസ് അപ്പോൾ റോബറി ബോയ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് ലൈക്ക് ശരി സബ്സ്ക്രൈബ് പറയാൻ മറന്നേ അപ്പോൾ അതെന്തായാലും ഞങ്ങൾ ചെയ്തേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ഇതാക്കിയിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നോട്ടാക്കി നമുക്ക് ഓടിപ്പോകും അവിടെ നിന്ന് കുറച്ച് നോക്കണ്ടോ ചിലപ്പോൾ ആരെയും വിളിച്ചല്ലേ കേസ് അതിൻ്റെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അത് ഇരിക്കാൻ നോക്കാം അയ്യോ വന്ന് മെല്ലെ അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഒളിച്ച് നിന്നിട്ടുണ്ട് ഇതെന്താ എൻ്റെ അടുത്തുള്ള വാഷിംഗ് മെഷീനാവും അടുക്കളയിൽ ഇങ്ങനെ വാഷിംഗ് മെഷീൻ വരിക വാഷിംഗ് മെഷീനല്ല എന്തൊരു സാധനം വേസ് അവിടെ വാഷ് ബേസ് വയ്ക്കട അപ്പുറത്ത് പൈപ്പും പുറത്ത് എന്താണ് അപ്പോൾ നമ്മളങ്ങനെ ട്രഷർ ഫുൾ മാപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് പുറത്തേക്ക് ചാടാം നമ്മളങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട് ടൈമിംഗ് ഇല്ല കേട്ടോ എന്താണ് മകനെ ടൈമിംഗ് ഇല്ലാത്തത് നമുക്ക് അടുത്ത വീട്ടിൽ കയറാം അടുത്ത വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഐസ് ഒച്ചയൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട് ചില ഞാൻ പറഞ്ഞ് അപ്പോൾ ഈ സീലൊരു പ്രത്യേകത ഉണ്ട് ഈ ഒരു വീട്ടിൽ ഹൈഡിങ് സ്പേസ് ഉണ്ട് കേട്ടോ ഞാൻ ഹൈഡിങ് സ്പേസ് ഇത് തൊട്ടാൽ ചിലപ്പോൾ തുടങ്ങുക അപ്പോൾ ഹൈഡിങ് സ്പേസ് ഇവിടെ ഉണ്ട് അപ്പോൾ വരുന്ന മുന്നേ പെട്ടെന്ന് അപ്പുറത്തേക്ക് കിടക്കാം അയ്യോ നമ്മളങ്ങനെ അപ്പുറത്തേക്ക് കിടന്നിട്ടുണ്ട് ഇവൻ പോട്ടെ ഗൈസ് പോവാം അയ്യോ ഗൈസ് അവ വിളിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിളിച്ച ഞാൻ ഗൈസ് കാണിച്ചല്ല കേട്ടോ കണ്ട ഇതാണ് നമ്മളെ മുട്ടടിച്ചിട്ടാണല്ലേ അല്ല ഗുണ്ട പൈസ അതാണ്ടാ അപ്പം വരുന്നൊക്കെ പുകയൊക്കെ പറത്തിച്ച് വരുന്ന അയ്യോ പിറ്റി പുക പറത്തിച്ചൊക്കെ വരുന്നേ അപ്പോൾ ഏതായാലും പോട്ടെ അവൻ പോവാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇറങ്ങി എന്തായാലും പോവാം നമ്മളിവിടെ എന്നിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പോവാം നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട് പക്ഷേ പോലീസ് കണ്ടു അവൻ കേട്ട് പിടിക്കാതെ വയ്യ പോലീസ് കണ്ട് ടൈമിങ് കറക്റ്റാവും ട്രഷർ ഫുള്ളാവും യെസ് യെസ് അപ്പോൾ നമുക്കങ്ങനെ
ഇതങ്ങനെ ഇതാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ